ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് 8ാം ക്ലാസ്സിലെ ഹിസ്റ്ററീൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഹൗ, വെൻ ആൻഡ് വേർ. ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ, വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ, വേർ എന്ന് പറഞ്ഞാൽ എവിടെ. ഹിസ്റ്ററിയിൽ ഈ എങ്ങനെ, എപ്പോൾ, അതുപോലെ തന്നെ എവിടെ, അതൊക്കെ ഓരോ ചോദ്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. ഹൗ ഇമ്പോർട്ടൻ്റ് ആർ ഡേറ്റ്സ്? എത്ര പ്രാധാന്യമുള്ളതാണ് ഈ തീയതികൾ, ഡേറ്റ്സ്. There was a time when historians were fascinated with dates. ഒരു കാലം ഉണ്ടായിരുന്നു, ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ ഹിസ്റ്ററി എഴുതുന്ന ആൾക്കാർ, ഹിസ്റ്ററി പഠിക്കുന്ന ആൾക്കാർ, അവർ ഈ തീയതികൾ അവർക്ക് വളരെ അത്ഭുതം തോന്നിയിരുന്നു. അല്ലെങ്കിൽ തീയതികളായിരുന്നു മെയിനായിട്ട് ഹിസ്റ്റോറിയൻസ് നോട്ട് ചെയ്ത് വെച്ചതും പഠിച്ചതുമൊക്കെ. There were heated debates എന്ന് പറഞ്ഞാൽ വാദപ്രതിവാദങ്ങൾ. There were heated debates about the dates on which rulers were crowned or battles were fought. അപ്പോൾ ആ സമയത്ത് ഈ ആൾക്കാർ തമ്മിൽ വളരെ ചൂടുപിടിച്ച ഡിബേറ്റ്സ് ഉണ്ടാവാറുണ്ട്, വാദപ്രതിവാദങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്തിനാണ്? ഓൺ ദ ഡേറ്റ്സ് ഓൺ വിച്ച് റൂളേഴ്സ് വർ ക്രൗണ്ട്. എന്നാണ് ഒരു റൂളർ, ഒരു രാജാവ് അധികാര കസേരയിൽ വന്നത്. ബാറ്റിൽസ്, എപ്പോഴാണ് യുദ്ധങ്ങൾ അവർ ജയിച്ചത് അല്ലെങ്കിൽ യുദ്ധം ഫൈറ്റ് ചെയ്തത്, അതിനെക്കുറിച്ചൊക്കെയുള്ള ഡേറ്റുകളെ കുറിച്ചായിരുന്നു മെയിനായിട്ടുള്ള ഡിബേറ്റ്സ്. ഇൻ ദ കോമൺ സെൻസ് നോഷൻ, ഹിസ്റ്ററി വാസ് സിനോണിമസ് വിത്ത് ഡേറ്റ്സ്. അപ്പോൾ ഒരു കോമൺ സെൻസിൽ പറയുകയാണെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് അത് ഡേറ്റ്സിനനുസരിച്ചാണ് ഇരിക്കുന്നത്. വർഷങ്ങളും തീയതികളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. യു മേ ഹാവ് ഹേർഡ് പീപ്പിൾ സേ, ഐ ഫൈൻഡ് ഹിസ്റ്ററി ബോറിംഗ് ബിക്കോസ് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് മെമ്മറൈസിങ് ഡേറ്റ്സ്. അപ്പോൾ നിങ്ങൾ കേട്ടിരിക്കാം പലരും പറയുന്നത്, ഐ ഫൈൻഡ് ഹിസ്റ്ററി ബോറിങ്. ഹിസ്റ്ററി വളരെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് പറഞ്ഞാൽ ഐ ഹാവ് ടു മെമ്മറൈസ് ഓൾ ദ ഡേറ്റ്സ്. എല്ലാ ഡേറ്റുകളും മെമ്മറൈസ് ചെയ്യണം, പഠിക്കണം. അപ്പോൾ അതൊരു വളരെ ബോറിംഗ് ആയ ഒരു സബ്ജക്റ്റായിട്ട് തോന്നുന്നു. ഈ സച്ച് കൺസെപ്ഷൻ ട്രൂ? ആ ഒരു കൺസെപ്ഷൻ, ഹിസ്റ്ററി ബോറിംഗ് ആണെന്നും ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഡേറ്റ് മാത്രമാണെന്നും ഉള്ള ആ ഒരു കൺസെപ്ഷൻ ശരിയാണോ? ഹിസ്റ്ററി ഈസ് സഡൻലി അബൌട്ട് ചേഞ്ചസ് ദാറ്റ് ഓക്കർ ഓവർ ടൈം. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്നത് കുറേ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വരുന്ന ചേഞ്ചസ് ആണ് ഹിസ്റ്ററി. It is about finding out how things were in the past and how things have changed. ഹിസ്റ്ററി എന്ന് പറയുന്നത് പാസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഹൗ തിങ്സ് ഹാവ് ചേഞ്ച്ഡ്, എന്തൊക്കെയാണ് കാര്യങ്ങളിൽ വ്യത്യാസം വന്നത്, അതിനെക്കുറിച്ചൊക്കെ പഠിക്കലാണ്, അതിനെക്കുറിച്ച് മനസ്സിലാക്കലാണ് ഹിസ്റ്ററി. As soon as we compare the past with the present, we refer to time. അപ്പോൾ നമ്മൾ പാസ്റ്റിനെ പ്രസൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു സമയത്തെയാണ് റെഫർ ചെയ്യുന്നത്. ഒരു സമയം എടുത്തുകൊണ്ടാണ് ഇന്ന സമയത്തിന് മുമ്പും ഇന്ന സമയത്തിന് ശേഷവും, ഇന്ന ഡേറ്റിന് മുമ്പും ഇന്ന ഡേറ്റിന് ശേഷവും, അല്ലെങ്കിൽ ഇന്ന വർഷത്തിന് മുമ്പും ഇന്ന വർഷത്തിന് ശേഷമെന്ന് പറയുന്നത്. വി ടോക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ. ആ സമയത്തിന് മുമ്പ് നടന്നത്,
അല്ലെങ്കിൽ ആ സമയത്ത് നടന്നത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നടന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ടൈമിന്, ആ സമയത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇതൊരു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പടമാണ്, ഫിഗറാണ്. ഫിഗർ 1, ബ്രാഹ്മൺസ് ഓഫറിംഗ് ശാസ്ത്രാസ് ടു ബ്രിട്ടാനിയ, ടു ദ ഫസ്റ്റ് മാപ്പ് പ്രൊഡ്യൂസ്ഡ് ബൈ ജെയിംസ് റെനൽ. അപ്പോൾ ഈ ബ്രാഹ്മണന്മാർ ഈ അവരുടെ ശാസ്ത്രങ്ങൾ ഓഫർ ചെയ്യണതിൻ്റെയാണ് ആ ചിത്രം ഇവിടെ കാണിച്ചിരിക്കുന്നത്. ശാസ്ത്ര കൊടുക്കുന്നതാണ്. അപ്പോൾ റെനൽ വാസ് ആസ്ക്ഡ് ബൈ റോബർട്ട് ക്ലൈവ് റെനലിനോട് പറഞ്ഞു ടു പ്രൊഡ്യൂസ് മാപ്സ് ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞു റെനലിനോട്. ആൻ എൻതൂസിയാസ്റ്റിക് സപ്പോർട്ടർ ഓഫ് ബ്രിട്ടീഷ് കോൺക്വസ്റ്റ് ഓഫ് ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൈയടക്കിയതിൽ വളരെ നല്ലതെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ബ്രിട്ടീഷിൻ്റെ എൻതൂസിയാസ്റ്റിക് സപ്പോർട്ടറായ റെനലിനോടാണ് ഇങ്ങനെയൊരു മാപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞത്. റെനൽ സോ പ്രിപ്പറേഷൻ ഓഫ് മാപ്സ് ആസ് എസെൻഷ്യൽ ടു ദ പ്രോസസ് ഓഫ് ഡോമിനേഷൻ. അതായത് അവർക്ക് ഡോമിനേറ്റ് ചെയ്യാനായിട്ട്, അവർ ഈ ഇന്ത്യൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ മാപ്പ് വളരെ അത്യാവശ്യമാണെന്ന് റെനൽ മനസ്സിലാക്കി. ദ പിക്ചർ ഹിയർ ട്രൈസ് ടു സജസ്റ്റ് ദാറ്റ്, ഈ കാണുന്ന പടം, ഈ കാണുന്ന ഫിഗർ ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, സജസ്റ്റ് ദാറ്റ് ഇന്ത്യൻസ് വില്ലിംഗ്ലി ഗേവ് ഓവർ ദെയർ ഏൻഷ്യൻ ടെക്സ്റ്റ് ടു ബ്രിട്ടാനിയ, ദി സിംബൽ ഓഫ് ബ്രിട്ടീഷ് പവർ, ആസ് ഇഫ് ആസ്കിങ് ഹെർ ടു ബിക്കം ദ പ്രൊട്ടക്ടർ ഓഫ് ഇന്ത്യൻ കൾച്ചർ. അപ്പോൾ അതിൽ പറയുന്ന ഈ ശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഏൻഷ്യൻ ടെക്സ്റ്റ് ബുക്കുകൾ അതെല്ലാം ഈ ബ്രിട്ടീഷേഴ്സിന് കൊടുത്തു. എന്നിട്ട് ബ്രിട്ടീഷിലെ രാജ്ഞിയോട്, ബ്രിട്ടീഷുകാരോട് ഇന്ത്യൻ കൾച്ചറിൻ്റെ, ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ പ്രൊട്ടക്ടർ ആവണം, ഇന്ത്യൻ സംസ്കാരത്തെ, ഇന്ത്യയെ രക്ഷിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് അവർ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്നത് അതിൽ പലരുടെയും പെർസെപ്ഷൻസ് ഉണ്ട്. ഓരോരുത്തരും പണ്ടുള്ള കഴിഞ്ഞ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ നമ്മൾ പഠിച്ചു, പല രാജാക്കന്മാരും അവരുടെ നല്ല നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട്, അവരെ പുകഴ്ത്തിക്കൊണ്ട് കുറേ കാര്യങ്ങൾ എഴുതി വച്ചിരുന്നു. അതിൽ നിന്നാണ് അതും ഹിസ്റ്ററീൻ്റെ ഒരു പാർട്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊരു പടമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷനായിരുന്നു ആ ഫിഗർ 1 കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഹിസ്റ്ററിയെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്, അതിൻ്റെ ടൈമിൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ലിവിങ് ഇൻ ദ വേൾഡ് വി ഡു നോട്ട് ഓൾവേസ് ആസ്ക് ഹിസ്റ്ററിക്കൽ ക്വസ്റ്റ്യൻസ് അബൌട്ട് വാട്ട് വി സീ അറൗണ്ട് അസ്. നമ്മൾക്ക് ചുറ്റും കാണുന്ന പലതിലും പല ഹിസ്റ്ററി ഉണ്ടാകുമായിരിക്കും, എന്നാലും അതിൻ്റെ ഒന്നും ഹിസ്റ്ററിക്കൽ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ എല്ലാം ഹിസ്റ്ററിയായിട്ട് റിലേറ്റഡുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ചോദിക്കാറില്ല. വി ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ്. നമ്മൾ ഈ കാര്യത്തിനൊന്നും വളരെ പ്രാധാന്യത്തോടെ കാണാറില്ല, വളരെ ലാഘവത്തോടെ എടുക്കുന്നു. ആസ് ഇഫ് വാട്ട് വി സീ ഹാസ് ഓൾവേസ് ബീൻ ഇൻ ദ വേൾഡ് വി ഇൻഹാബിറ്റ്. അപ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം വാസ് ഓൾവേസ് ബീൻ ദെയർ ഇൻ ദ വേൾഡ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ പണ്ട് തൊട്ടേ ഉണ്ട് എന്ന രീതിയിലാണ് നമ്മളതെല്ലാം കാണുന്നത്. പക്ഷെ അതിനെല്ലാം ഓരോ ഹിസ്റ്ററി ഉണ്ട്, ഓരോന്നിനും ഓരോ ഹിസ്റ്ററി ഉണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് us ഹാവ് ആർ മൊമെൻറ്റ്സ് ഓഫ് വണ്ടർ വെൻ വി ആർ ക്യൂരിയസ് ആൻഡ് വി ആസ്ക് ക്വസ്റ്റ്യൻസ് ദാറ്റ് ആക്ച്വലി ആർ ഹിസ്റ്ററിക്കൽ. അപ്പോൾ പലപ്പോഴും നമ്മൾക്ക് എന്തെങ്കിലും ഒരു വണ്ടർഫുള്ളായിട്ടുള്ള, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ, നമ്മളെ ക്യൂരിയസ് ആക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ മാത്രമേ നമ്മൾ അങ്ങനെയുള്ള ഹിസ്റ്ററിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാറുള്ളൂ, നമ്മുടെ മനസ്സിൽ വരാറുള്ളൂ. വാച്ചിങ് someone sip a cup of tea at a roadside tea stall, you may wonder, when did people begin to drink tea or coffee? അപ്പോൾ ഒരാളെ ഒരു റോഡ് സൈഡിലെ ടീ സ്റ്റാളിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലിങ്ങനെ ഒരു ചോദ്യം വരാം, വെൻ ഡിഡ് പീപ്പിൾ ബിഗിൻ ടു ഡ്രിങ്ക് ടീ ഓർ കോഫി? എപ്പോഴായിരിക്കാം ഈ ആൾക്കാരെല്ലാം ചായയും കോഫിയും എല്ലാം കുടിക്കാൻ തുടങ്ങിയത്? ലുക്കിംഗ് ഔട്ട് ഓഫ് ദ വിൻഡോ ഓഫ് എ ട്രെയിൻ, യു മേ ആസ്ക് യുവർ സെൽഫ്, വെൻ വെർ റെയിൽവേസ് ബിൽറ്റ്?
ആൻഡ് ഹൗ ഡിഡ് പീപ്പിൾ ട്രാവൽ ലോങ് ഡിസ്റ്റൻസസ് ബിഫോർ ദി ഏജ് ഓഫ് റെയിൽവേസ്. അപ്പോൾ ട്രെയിനിലെ ജനലിൻ്റെ അടുത്തിരുന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാം, എപ്പോഴായിരിക്കാം ഈ റെയിൽവേ എല്ലാം ഉണ്ടാക്കിയത്? അതിനു മുമ്പ്, റെയിൽവേ ഒന്നും ഉണ്ടാവുന്നതിന് മുമ്പ് ലോങ് ഡിസ്റ്റൻസസ് എല്ലാം എങ്ങനെയായിരിക്കാം ആൾക്കാർ സഞ്ചരിച്ചിട്ടുണ്ടാവുക? റീഡിങ് ദ ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ്, യു മേ ബി ക്യൂരിയസ് ടു നോ ഹൗ people got to hear about things before newspaper began to be printed. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ നിങ്ങളിങ്ങനെ ക്യൂരിയസ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നേക്കാം, എങ്ങനെയായിരിക്കാം ഈ ന്യൂസ് പേപ്പറെല്ലാം പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് ആൾക്കാർ ഈ ന്യൂസുകളൊക്കെ അറിഞ്ഞിരുന്നത്? അങ്ങനെ പല ചോദ്യങ്ങളാണ് ഇവിടെ നമ്മുടെ മനസ്സിലോട്ട് വരിക. ഓൾ സച്ച് ഹിസ്റ്ററിക്കൽ ക്വസ്റ്റ്യൻസ് റെഫർ ആസ് ബാക്ക് ടു നോഷൻസ് ഓഫ് ടൈം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളെ സമയത്തിൻ്റെ കഴിഞ്ഞുപോയ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു കാലത്തെ അല്ലെങ്കിൽ ഒരു സമയത്തോട് ആണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ബട്ട് ടൈം ഡസ് നോട്ട് ഹാവ് ടു ബി ഓൾവേസ് പ്രിസൈസ്ലി ഡേറ്റഡ് ഇൻ ടേംസ് ഓഫ് എ പർട്ടിക്കുലർ ഇയർ ഓർ മന്ത്. പക്ഷേ ഈ സമയം എന്ന് പറയുന്നത്, കഴിഞ്ഞുപോയ സമയം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലറായ ഒരു വർഷമോ ഒരു മാസമോ ആയിരിക്കണം എന്നില്ല. സംടൈംസ് ഇറ്റ് ഈസ് ആക്ച്വലി ഇൻകറക്റ്റ് ടു ഫിക്സ് precise dates to processes that happen over a period of time. ചിലപ്പോഴൊക്കെ നമ്മൾ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു കാര്യം നടന്ന, ഒരു പ്രക്രിയ നടന്ന അല്ലെങ്കിൽ കാര്യം നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന ദിവസം ഇന്ന വർഷം ഇത് നടന്നു എന്ന് പറയുന്നത് വളരെ ഇൻകറക്റ്റ് ആയിരിക്കാം, വളരെ തെറ്റായിരിക്കാം. എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രോസസ്സ് നടക്കാൻ ഒരുപാട് വർഷങ്ങളെടുത്തിരിക്കാം. അപ്പോൾ നമ്മൾ ഒരു വർഷം ഇന്ന വർഷം ഇത് നടന്നു എന്ന് പറയുന്നത് ചിലപ്പോൾ കറക്റ്റ് ആവാൻ ചാൻസ് ഇല്ല. പീപ്പിൾ ഇൻ ഇന്ത്യ ഡിഡ് നോട്ട് ബിഗിൻ ഡ്രിങ്കിങ് ടീ വൺ ഫൈൻ ഡേ. ഇന്ത്യയിലെ ആൾക്കാർ ചായ കുടിക്കാൻ തുടങ്ങിയത് ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ദിവസം എല്ലാവരും കൂടി ഇന്ന് തൊട്ട് നമ്മൾ ചായ കുടിക്കുക എന്ന് പറഞ്ഞ് തുടങ്ങിയതല്ല. ദേ ഡെവലപ്ഡ് എ ടേസ്റ്റ് ഫോർ ഇറ്റ് ഓവർ ടൈം. ഈ ചായയോടുള്ള ടേസ്റ്റ് അത് ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് ഒരുപാട് വർഷങ്ങളെടുത്തിരിക്കാം. പലരും പല വിധത്തിൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം, അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഒരാളിൽ നിന്ന് വേറെ ഒരാളിലോട്ട്, അല്ലെങ്കിൽ ഒരു ജില്ലയിൽ നിന്ന് മറ്റു ജില്ലയിലോട്ട്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തോട്ട് ഈ ചായ കുടിക്കുന്ന ആ ഒരു പ്രവണത, അങ്ങനെ ചായ കുടിക്കൽ അങ്ങനെ സ്പ്രെഡായി. അങ്ങനെയായിരിക്കാം ഇന്ത്യ മൊത്തം ഈ ചായ കുടിക്കൽ. പലരും അപ്പോൾ ഇന്ത്യക്ക് പുറത്തും കുടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ കുടിക്കുന്നതൊന്നും ഒരു ദിവസം, ചായ കുടിയൊന്നും ഒരു ദിവസം പെട്ടെന്നുണ്ടായതല്ല. അപ്പോൾ നമ്മൾ ഇന്ന വർഷം തൊട്ട് ഇന്നൊരു ദിവസം തൊട്ട് ആൾക്കാർ ചായ കുടിക്കാൻ തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ദെയർ ക്യാൻ ബി നോ വൺ. അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ്, ലിപ്ടൺസ് ടീസിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ്സ് ഹെൽപ്സ് ടു ക്രിയേറ്റ് ടേസ്റ്റ്. അപ്പോൾ ഇതിലൊരു ചായയുടെ അഡ്വർടൈസ്മെൻ്റ് ആണ്. ഈ ചായയുടെ അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെ പലതും ആയിരിക്കാം. അങ്ങനെയുള്ള പല അഡ്വർടൈസ്മെൻറ്റ്സും ഉണ്ടായിരിക്കാം. മെല്ലെ മെല്ലെ ഈ ചായയുടെ ടേസ്റ്റ് എല്ലാവരും നോക്കാൻ തുടങ്ങിയതും അതൊരു ഹാബിറ്റായി മാറിയതും. അപ്പോൾ ഈ ഫിഗർ 2 എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ്സ് ഹെൽപ്പ് ടു ക്രിയേറ്റ് ടേസ്റ്റ്. അപ്പോൾ ഓൾഡ് അഡ്വർടൈസ്മെൻറ്റ്സ് ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് ഹൗ മാർക്കറ്റ്സ് ഫോർ ന്യൂ പ്രൊഡക്ട്സ് വെയർ ക്രിയേറ്റഡ്. എങ്ങനെയാണ് ഒരു പുതിയ പ്രൊഡക്റ്റിനുള്ള മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ അഡ്വർടൈസ്മെൻ്റ് റോൾ എന്താണെന്നൊക്കെ നമുക്ക് പഴയ അഡ്വർടൈസ്മെൻറ്റ്സ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ദിസ് 1922 അഡ്വർടൈസ്മെൻ്റ് ആണ് ഫോർ ലിപ്ടൺ ടീ സജസ്റ്റ് ദാറ്റ് റോയൽ ടീ ഓൾ ഓവർ ദ വേൾഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് ടീ. അപ്പോൾ ലോകപ്രസിദ്ധമാണെന്നാണ് ഈ അഡ്വർടൈസ്മെൻറ്റിൽ എഴുതിയിരിക്കുന്നത്. ഈ ടീ വളരെ നല്ലതാണെന്നും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഫേമസ് ഓൾ ഓവർ ദ വേൾഡ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലിപ്ടൺ ടീ ഫേമസ് ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് യു സീ ദ ഔട്ടർ വാൾ ഓഫ് ആൻ ഇന്ത്യൻ പാലസ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളൊരു ഇന്ത്യൻ പാലസിൻ്റെ ഔട്ടർ വാൾ കാണാം. അതുപോലെ തന്നെ വൈൽ ഇൻ ദ ഫോർഗ്രൗണ്ട് ഫ്രണ്ടിൽ എന്താണ്, സീറ്റഡ് ഓൺ എ ഹോഴ്സ് ബാക്ക്, ഒരു കുതിരപ്പുറത്തിരുന്ന്
ഈസ് ദ തേർഡ് സൺ ഓഫ് ക്യൂൻ വിക്ടോറിയ ഓഫ് ബ്രിട്ടൻ. ബ്രിട്ടനിലെ ക്യൂൻ വിക്ടോറിയൻ്റെ മൂന്നാമത്തെ മകനാണ് ഇരിക്കുന്നത്, പ്രിൻസ് ആർത്തർ. പ്രിൻസ് ആർത്തറാണ് ഈ കുതിരപ്പുറത്തിരിക്കുന്ന പ്രിൻസ് ഹു വാസ് ഗിവൺ ദ ടൈറ്റിൽ ഡ്യൂക്ക് ഓഫ് കനോട്ട്. ഡ്യൂക്ക് ഓഫ് കനോട്ട് എന്ന് പറയുന്ന ഈ ആർത്തറാണ് പരസ്യത്തിലെ കുതിരപ്പുറത്തിരിക്കുന്നത്. അങ്ങനെ പല അഡ്വർടൈസ്മെൻറ്റ്സും ഇപ്പോൾ ഓരോ കാര്യത്തിനും ഹെൽപ്പ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. സോ there can be no one clear date for process such as this. ഇങ്ങനെയുള്ളൊരു പ്രോസസ്സ്, അല്ലെങ്കിൽ ചായ കുടിക്കാൻ തുടങ്ങിയ ആ പ്രോസസ്സ്, അതിന് ഒരു പർട്ടിക്കുലർ ഡേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. സിമിലർലി വി കനോട്ട് ഫിക്സ് വൺ സിംഗിൾ ഡേറ്റ് ഓൺ വിച്ച് ബ്രിട്ടീഷ് റൂൾ വാസ് എസ്റ്റാബ്ലിഷ്ഡ്. എപ്പോഴാണ് ഒരു പ്രത്യേക ദിവസം അല്ലെങ്കിൽ ഡേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. എന്തിന്? ബ്രിട്ടീഷ് റൂൾ എപ്പോഴാണ് നമ്മുടെ ഇന്ത്യയിൽ തുടങ്ങിയെന്നുള്ളതിന് ഒരു പ്രത്യേക ഡേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഓർ നാഷണൽ മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ്, ഒരു നാഷണൽ മൂവ്മെൻറ്റ് എന്നാ സ്റ്റാർട്ട് ചെയ്തതെന്ന് പോലും പറയാൻ പറ്റില്ല. അതെല്ലാം ഒരു പ്രോസസ്സാണ്. ഒരുപാട് ദിവസങ്ങളും ഒരുപാട് വർഷങ്ങളും എടുക്കുന്ന പ്രോസസ്സാണ്. ഓർ ദ ചേഞ്ചസ് ടു പ്ലേസ് വിത്തിൻ ദ എക്കണോമി ആൻഡ് സൊസൈറ്റി. എക്കണോമിയിലും സൊസൈറ്റിയിലും ഒക്കെ, സാമ്പത്തിക ശാസ്ത്രത്തിലും ഈ സൊസൈറ്റിയിലും ഒക്കെ വന്ന ചേഞ്ചസ് നമുക്ക് ഇന്ന ദിവസം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇയറിൽ അല്ലെങ്കിൽ ഡേറ്റിൽ ഇതെല്ലാം ഈ ചേഞ്ചസ് എല്ലാം വന്നു എന്ന് പറയാൻ കഴിയില്ല. ഓൾ ദീസ് ചേഞ്ചസ് ഹാപ്പൻഡ് ഓവർ എ സ്ട്രെച്ച് ഓഫ് ടൈം. ഈ ചേഞ്ചസ് എല്ലാം ഒരുപാട് കാലം കൊണ്ട് വന്നതാണ്. വി ക്യാൻ ഓൺലി റെഫർ ടു എ സ്പാൻ ഓഫ് ടൈം. ഇന്ന കാലഘട്ടത്തിൽ ഇത്ര തൊട്ട് ഇത്ര കാലഘട്ടങ്ങളിൽ വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് അപ്രോക്സിമേറ്റ് പീരിയഡ് ഓവർ വിച്ച് എ പർട്ടിക്കുലർ ചേഞ്ച് ബിക്കെയിം വിസിബിൾ. അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് പീരിയഡ്, ഒരു 10 വർഷത്തിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ഒരു 50 വർഷത്തിൻ്റെ ഇടയിൽ, ഒരു 100 വർഷത്തിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ഒരു 200 വർഷത്തിൻ്റെ ഇടയിൽ, ആ ഒരു അപ്രോക്സിമേറ്റ് പീരീഡ് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള കാര്യത്തിനെല്ലാം. അപ്പോൾ വൈ ദെൻ ഡു വി കണ്ടിന്യൂ ടു അസോസിയേറ്റ് ഹിസ്റ്ററി വിത്ത് എ സ്ട്രിങ് ഓഫ് ഡേറ്റ്സ്? പിന്നെ എന്തിനാണ് നമ്മൾ ഹിസ്റ്ററീനെ ഈ ഡേറ്റിൻ്റെ ഈ സ്ട്രിങ്ങിൽ കെട്ടിയിടുന്നത്? ഈ ഡേറ്റ്സ് എന്തുകൊണ്ടാണ് ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻറ്റ്? ദിസ് അസോസിയേഷൻ ഹാസ് എ റീസൺ. അപ്പോൾ ഈ ഡേറ്റ്സിന്, ഹിസ്റ്ററിയും ഡേറ്റും തമ്മിലുള്ള ഈ ബന്ധത്തിന് ഒരു റീസൺ ഉണ്ട്. There was a time when history was an account of battles and big events. അപ്പോൾ ഇങ്ങനെയൊരു സമയമുണ്ടായിരുന്നു. വെൻ ഹിസ്റ്ററി വാസ് ആൻ അക്കൗണ്ട് ഓഫ് ബാറ്റിൽസ് ആൻഡ് ബിഗ് ഈവൻറ്റ്സ്. ഹിസ്റ്ററി എന്ന് പറയുന്നത് കുറേ യുദ്ധങ്ങളുടെയും അല്ലെങ്കിൽ വലിയ വലിയ സംഭവങ്ങളുടെ അല്ലെങ്കിൽ ബിഗ് ഈവൻറ്റ്സിൻ്റെ ഒരു ശേഖരം അല്ലെങ്കിൽ റെക്കോർഡായിരുന്നു. ഇറ്റ് വാസ് അബൌട്ട് റൂളേഴ്സ് ആൻഡ് ദെയർ പോളിസീസ്. റൂളേഴ്സും അവരുടെ പോളിസിയെക്കുറിച്ചായിരുന്നു അതെല്ലാം. ഹിസ്റ്റോറിയൻസ് റോട്ട് അബൌട്ട് ദി ഇയർ കിങ് വാസ് ക്രൗണ്ട്. ഏത് വർഷമാണ് രാജാവ് കിരീടം അല്ലെങ്കിൽ രാജാവായത്. ഇയർ ഹി മാരീഡ്, എന്നാണ്, ഏത് വർഷത്തിലാണ് രാജാവും കല്യാണം കഴിച്ചത്. ദ ഇയർ ഹി ഹാഡ് എ ചൈൽഡ്, എപ്പോഴാണ്, എന്നാണ്, ഏത് വർഷമാണ് രാജാവിനൊരു കൊച്ചുണ്ടായത്. ദ ഇയർ ഹി ഫൗട്ട് എ പർട്ടിക്കുലർ വാർ, എന്നാണ് ഒരു യുദ്ധം രാജാവ് ചെയ്തത്. ദ ഇയർ ഹി ഡൈഡ്, എന്നാണ് രാജാവ് മരിച്ചത്. ആൻഡ് ദ ഇയർ ദ നെക്സ്റ്റ് റൂളർ സക്സീഡഡ് ടു ദ ത്രോൺ, നെക്സ്റ്റ് റൂളർ, രാജാവ് മരിച്ചപ്പോൾ നെക്സ്റ്റ് രാജാവ് എപ്പോഴാണ് വന്നത്, കിരീടം, അതായത് രാജാവായത്. അതെല്ലാമായിരുന്നു അപ്പോഴത്തെ ഹിസ്റ്റോറിയൻസ് എഴുതി വച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇതിനെല്ലാം ഈ ഡേറ്റ്സിന് ഇത്ര പ്രാധാന്യം കൊടുത്തത്. ഫോർ ഈവൻറ്റ്സ് സച്ച് ആസ് ദീസ്, ഇങ്ങനെയുള്ള ഈവൻറ്റ്സിനെല്ലാം സ്പെസിഫിക് ഡേറ്റ്സ് ക്യാൻ ബി ഡിറ്റർമിൻഡ്. സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റും വർഷവും ഒക്കെ നമുക്ക് കണ്ടെത്താം, അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യാം, അല്ലെങ്കിൽ എഴുതി വയ്ക്കാം. ഇൻ ഹിസ്റ്ററി സച്ച് ആസ് ദീസ്, ഇങ്ങനെയുള്ള ഹിസ്റ്ററിയിൽ ഡിബേറ്റ്സ് അബൌട്ട് ഡേറ്റ്സ് കണ്ടിന്യൂ ടു ബി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെയുള്ള കാര്യത്തിലെല്ലാം ഈ ഡേറ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ As you have seen the history textbooks of the past 2 years, historians now write about a host of other issues and other questions. നമ്മൾ മുമ്പുള്ള 2 വർഷത്തെ ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഹിസ്റ്റോറിയൻസ് now write about a host of other issues and other questions. അപ്പോൾ ഹിസ്റ്റോറിയൻസിൽ ഇനി വരാം നമ്മൾ ഈ വർഷം പഠിക്കാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് മോഡേൺ ഹിസ്റ്ററിയെക്കുറിച്ചാണ്.
ആ മോഡേൺ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കുന്നത് ഒരുവിധം റെലവൻ്റ് ആയിട്ടുള്ള മറ്റു പല ഇഷ്യൂസിനെ കുറിച്ചും മറ്റു പല ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ്. ദേ ലുക്ക് അറ്റ് ഹൗ പീപ്പിൾ ഏൺഡ് ദെയർ ലൈവ്ലിഹുഡ്. ആൾക്കാരെങ്ങനെ ജീവിച്ചു, വാട്ട് ദേ പ്രൊഡ്യൂസ്ഡ് ആൻഡ് എയ്റ്റ്. എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്, എന്തൊക്കെയാണ് കൃഷി ചെയ്തത്, എന്തൊക്കെയാണ് അവർ കഴിച്ചത്. ഹൗ സിറ്റീസ് ഡെവലപ്ഡ്, എങ്ങനെയൊക്കെയാണ് സിറ്റികൾ ഡെവലപ്പ് ചെയ്തത്, മാർക്കറ്റ് എങ്ങനെയാണ് ഉണ്ടായി വന്നത്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ 7ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ ടെക്സ്റ്റ് ബുക്കിലും പഠിച്ചതാണ്. ഹൗ കിങ്ഡംസ് വർ ഫോംഡ്, എങ്ങനെയൊക്കെയാണ് കിങ്ഡംസ് ഫോം ചെയ്തത്, ന്യൂ ഐഡിയാസ് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്തത്, ഹൗ കൾച്ചേഴ്സ് ആൻഡ് സൊസൈറ്റി ചേഞ്ച്ഡ്. ഇതിനെല്ലാം കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി അടുത്ത ഇതിൽ പാട്ടിൽ നമ്മൾ നോക്കുക വിച്ച് ഡേറ്റ്സിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ നോക്കാം. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.